ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റെറിലൈസർ മോണിറ്ററിങ് മെത്തേഡ്സ് ആണ്. ഓരോ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോഴും എത്രമാത്രം നമ്മുടെ മെറ്റീരിയൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ദാറ്റ് ഈസ് ദ സ്റ്റെറിലൈസർ, എത്രത്തോളം വർക്കിംഗ് കണ്ടീഷനിലുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളന്ന് പഠിക്കുന്നത്. The effectiveness and proper performance of a sterilizer must be confirmed through a combination of 3 types of monitoring. സാധാരണയായി സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് മോണിറ്റർ ചെയ്യാൻ നമ്മൾ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, ബയോളജിക്കൽ മെത്തേഡ്സ്. ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ മെത്തേഡ് മാത്രമായിട്ട് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫിസിക്കലിൻ്റെ കൂടെ തന്നെ നമുക്ക് കെമിക്കൽ മെത്തേഡ്സുകളും അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബയോളജിക്കൽ, അങ്ങനെ ഒരു പ്രോസസ്സിന് ഒരു മെത്തേഡ് മാത്രമേ ചെയ്യാൻ പാടുന്നില്ല. നമുക്ക് കോമ്പിനേഷനായിട്ട് വേണമെങ്കിലും നമുക്ക് ഏത് മെത്തേഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിൾ അതിൽ നടന്നു കഴിയുമ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻസ്, അതായത് പാരാമീറ്റേഴ്സ്, ടെമ്പറേച്ചർ, പ്രഷർ, ടൈം, അങ്ങനത്തെ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യും ബൈ യൂസിങ് ദ ഗേജസ് ആൻഡ് ഡിസ്പ്ലേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റെറിലൈസർ. അതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫിസിക്കലി ഓരോ സൈക്കിളിൻ്റെയും പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഈ പാരാമീറ്റേഴ്സിലെല്ലാം എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ഇറ്റ് ഷോസ് ദ മാൽ ഫങ്ഷനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റെറിലൈസർ. അത് കാണിക്കുന്നത് ആ പെർട്ടിക്കുലർ സ്റ്റെറിലൈസർ നന്നായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫിസിക്കലി നമ്മളൊരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് മോണിറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ്, കെമിക്കലി നമ്മൾ എങ്ങനെയാണ് മോണിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? സർട്ടൻ ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട് വിച്ച് ആർ സെൻസിറ്റീവ് ടു ഹീറ്റ്. ദ ആക്സസ് ചേഞ്ചസ് ദാറ്റ് ഹാവ് ഒക്വേർഡ് ഡ്യൂറിങ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ റൈസ് ആവുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ റൈസ് ആവുന്നതിനനുസരിച്ച് റിയാക്ഷൻസ് നടക്കുകയും അതിനനുസരിച്ച് ഒരു കളർ ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർട്ടൻ കൈൻഡ് ഓഫ് കെമിക്കൽസ് ഉണ്ട്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് കെമിക്കൽസ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് കെമിക്കൽ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ഓട്ടോക്ലേവ് ടേപ്സ്, സ്റ്റെറിലൈസർ ബാഗ്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കെമിക്കൽ സ്ട്രിപ്സ് ആർ ഓൾസോ അവൈലബിൾ. കെമിക്കൽ സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷൻ ബാഗ്സ്, അതായത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട മെറ്റീരിയൽസ് എല്ലാം ഒരു റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ, ഇപ്പോൾ ഓട്ടോക്ലേവിലാണെങ്കിലും ഹോട്ട് എയർ ഓവനിലാണെങ്കിലും നമ്മൾ അത് പാക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രിപ്സും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കും. ഓക്കെ, അത് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന തരം സ്ട്രിപ്സ് ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രിപ്സ് കൂടി നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ബാഗ്സിൻ്റെ ഉള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ ഒരു ചേഞ്ചസ്, കളർ ചേഞ്ചുകൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പർട്ടിക്കുലർ സ്റ്റെറിലൈസേഷൻ ഹാസ് ഒക്വേർഡ് എന്ന്. അതുപോലെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മോണിറ്ററിങ്, സ്റ്റെറിലൈസേഷൻ്റെ ആ പാക്കേജ് സ്റ്റെറിലൈസേഷൻ അതിൻ്റെ മാത്രമല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാരാമീറ്റർ അതിനെ മാത്രമായിട്ട് ചെക്ക് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൻ്റെ ഓട്ടോക്ലേവിൻ്റെ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ ഒരു പാരാമീറ്ററിന് മാത്രമായിട്ടും നമുക്ക് മോണിറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വയബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്, എസ്പെഷ്യലി സ്പോർസിനെയാണ്. നമുക്കറിയാം വെജിറ്റേറ്റീവ് സെൽസിനെയൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്പോർസാണ് ഏറ്റവും അധികം റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാറ്റഗറി. അപ്പോൾ ഇവിടെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പോർസിനെയാണ് മെയിനായിട്ടും. ഓക്കെ, പല ടൈപ്പിൽ ഇത് അവൈലബിൾ ആണ്. സ്ട്രിപ്സ് ആയിട്ടും സസ്പെൻഷൻസ് ആയിട്ടും വയൽസിലും ഒക്കെ നമുക്ക് ബയോളജിക്കൽ മോണിറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
ഫിസിക്കൽ മോണിറ്റേഴ്സിൽ ആദ്യം വരുന്നത് നമ്മൾ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് എടുക്കുന്നത്. ഓരോ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനും ഡിഫറെൻറ്റ് ഫിസിക്കൽ മോണിറ്റേഴ്സ് ഉണ്ട്. മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ ബെസ്റ്റ് ഫിസിക്കൽ മോണിറ്റർ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് പർച്ചേസ് ചെയ്തു, ഫോർ എക്സാമ്പിൾ ഓട്ടോക്ലേവ്, അത് പർച്ചേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു വാലിഡേഷൻ നടത്തും. അതായത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഒരു വാലിഡേഷൻ നടത്തും. അപ്പോൾ ആ വാലിഡേഷനിൽ നമ്മൾ എല്ലാ ഒരു നോർമൽ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ തന്നെ നമ്മളത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ ടൈം, അങ്ങനത്തെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ മോണിറ്റർ ചെയ്ത് എന്തെല്ലാം ഡിഫറൻസസ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിൽ ഒബ്സർവ് ചെയ്തോ ആ ഒബ്സർവേഷൻ മുഴുവൻ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. ആ ഡോക്യുമെൻ്റ് തന്നെയാണ് മാസ്റ്റർ പ്രോസസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിൾസ് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി എന്തായാലും ഇൻസ്ട്രുമെൻ്റ് നല്ല വർക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഗ്രാജ്വലി ഓരോ സൈക്കിളും നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഓരോ സൈക്കിളിൻ്റെയും ഇതുപോലെയുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതിനെ നമ്മൾ ബാച്ച് പ്രോസസ് റെക്കോർഡ് എന്ന് പറയും. ഓരോ ബാച്ച് പ്രോസസ് റെക്കോർഡും ഈ മാസ്റ്റർ പ്രോസസ് റെക്കോർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ആ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം എന്ത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ശരിക്കും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആനുവൽ ബേസിൽ മാസ്റ്റർ പ്രോസസ് റെക്കോർഡും നമ്മളൊന്ന് റീവാലിഡേഷൻ നടത്തും. അപ്പോൾ അതാണ് മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിലും ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മോണിറ്റേഴ്സ്, മാസ്റ്റർ പ്രോസസ്സിംഗ് റെക്കോർഡും ബാച്ച് പ്രോസസ്സിംഗ് റെക്കോർഡും. അടുത്ത റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഡോസിമീറ്റേഴ്സ് ആണ്. പ്ലാസ്റ്റിക് ഡോസിമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളെ സെൻസ് ചെയ്യാൻ കഴിയുന്ന സർട്ടൻ കൈൻഡ് ഓഫ് കെമിക്കൽസ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സെൻസിറ്റീവ് കെമിക്കൽസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഇവിടെ റേഡിയേഷൻ ഫിസിക്കൽ മോണിറ്റർ ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഡോസിമീറ്റർ, അതായത് റേഡിയേഷനെ സെൻസിറ്റ് ചെയ്യാൻ കഴിയുന്ന കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം റേഡിയേഷൻ അബ്സോർബ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിലേക്ക് എത്രത്തോളം റേഡിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഡോസിമീറ്റർ തരും. അതാണ് പ്ലാസ്റ്റിക് ഡോസിമീറ്റർ. അതായത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളെ അല്ലെങ്കിൽ ആ വരുന്ന റേഡിയേഷനെ സെൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്. അടുത്തത് ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എത്തിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ബീറ്റ പ്രൊപ്പിയോൺ, ലാക്ടോൺ, ഇതെല്ലാമാണ് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്യാസസ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഈ ഗ്യാസസ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ എലിവേറ്റഡ് ടെമ്പറേച്ചർ, പ്രഷർ, ഇതെല്ലാമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ റുട്ടീൻ ലീക്ക് ടെസ്റ്റ് അതൊക്കെ നമ്മൾ മെഷർ ചെയ്യും. ചില സർട്ടൈൻ പ്രോബ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മളതെല്ലാം മെഷർ ചെയ്യും. ഓക്കെ, അതുപോലെ ഗ്യാസ് കോൺസെൻട്രേഷൻ, പ്രഷർ കൺസിഡർ ചെയ്യാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗ്യാസ് കോൺസെൻട്രേഷൻ, അതുപോലെ പ്രഷറും ഹ്യൂമിഡിറ്റിയും അങ്ങനത്തെ പാരാമീറ്റേഴ്സും എല്ലാം നമ്മൾ ഈ സ്റ്റെറിലൈസേഷനിൽ മെഷർ ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ്റെ മോണിറ്ററിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഫിൽട്രേഷനാണ്. ഫിൽട്രേഷനിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോഴ്സ് ഉള്ളതാണ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോഴ്സിൻ്റെ ആ ഒരു പോർ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്നും ക്ലോഗ് ചെയ്തിരിക്കുന്നില്ല, അതിൻ്റെ മീൻ പോർ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബബിൾ പോയിൻ്റ് പ്രഷർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. ബബിൾ പോയിൻ്റ് പ്രഷർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ, ഈ ഫിൽറ്ററിനെ നമ്മൾ പ്രീവിയസ്ലി നമ്മളൊന്ന് വെറ്റ് ചെയ്യും, വാട്ടറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയത്തിലോ ഡിപ്പ് ചെയ്ത് നമ്മൾ വെറ്റ് ചെയ്യും. ഓക്കെ, ഈ വെറ്റഡ് ഫിൽറ്ററിനെ നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് പ്രഷർ കൊടുത്ത് നമ്മളതിനെ സബ്മേർജ് ചെയ്യും.
ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ, ബക്കറ്റ് ഓഫ് വാട്ടർ. ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ വെസലായിരിക്കും. ആ വെസലിലെ വാട്ടറിലേക്ക് നമ്മളതിനെ ഓൾറെഡി പ്രീവിയസ്ലി വെറ്റഡ് ഫിൽറ്ററിനെ നമ്മൾ സബ്മേർജ് ചെയ്ത് അതായത് മുകളിൽ നിന്ന് പ്രഷർ ജസ്റ്റ് കൊടുത്ത് നമ്മളതിനെ സബ്മേർജ് ചെയ്യും. ഓക്കെ. അതേസമയം ഈ വെസലിൻ്റെ അടിഭാഗത്ത് ഒരു ട്യൂബ്, ഡൗൺ സ്ട്രീമിൽ നമ്മളൊരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബിനുള്ളിലൂടെ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഗ്യാസ് വന്നിട്ട് ആദ്യം എന്താ പറയുക, ഈ വാട്ടറിൽ വന്ന് ഡിസോൾവ് ചെയ്യും. ഈ ഡിസോൾവ് ചെയ്ത ഗ്യാസ് ഫിൽട്ടർ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് കടക്കും. ഓക്കെ. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്സ്ട്രീം ലെവലിലെ പ്രഷർ കൂടുതലാണ്, ഡൗൺ സ്ട്രീം ലെവലിലെ പ്രഷർ കുറവാണ്. ഓക്കെ. നമ്മൾ മുകളിൽ നിന്നാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഗ്യാസ് ഈ ഫിൽറ്റേഴ്സിൻ്റെ പോസിൻ്റെ ഉള്ളിലൂടെ പൊന്തി വരാൻ തുടങ്ങും ആസ് എ ബബിൾ. ഓക്കെ. അപ്പോൾ ആ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ബബിൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ഏത് പ്രഷറിലാണോ അത് ബബിള് പുറത്തേക്ക് വന്നതെന്നുള്ളത് കൺസിഡർ ചെയ്യും. അതുപോലെ നമ്മൾ ഗ്രാജുവലി പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് എ സ്ട്രീം ഓഫ് ബബിൾസ് വിൽ ബി ഫോംഡ്. ഒരു വളരെ കണ്ടിന്യൂസ് ആയിട്ട് ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഫസ്റ്റ് ഫോം ചെയ്ത ബബിളിൻ്റെ ആ പ്രഷറും ആ ടൈമിലെ പ്രഷറും പിന്നെ ആ സ്ട്രീം ഓഫ് ബബിൾസ് വരുന്ന ആ പ്രഷറും ആ ഡിഫറൻസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ. ഒരു സ്റ്റഡി സ്ട്രീം വരുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ബബിൾ പോയിന്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഫിൽറ്ററിൻ്റെ കപ്പാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതിൽ വരുന്നത് ബ്രൗൺസ് ട്യൂബാണ്. ബ്രൗൺസ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ട്യൂബാണ്, കാപ്പിലറി ട്യൂബ് പോലെ ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബിൽ ഒരു കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അലോങ് വിത്ത് ഡൈസ്. ഓക്കെ. ഒരു സർട്ടൈൻ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഈ കെമിക്കൽസ് തമ്മിൽ റിയാക്ഷൻ നടക്കും. ആസ് എ റിസൾട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡൈസ് ഒരു സർട്ടൈൻ കളർ ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ റിയാക്ഷൻ നടന്ന് ഒരു കളർ ചേഞ്ച്, അതുപോലെ 100 ഡിഗ്രി ആണെങ്കിൽ വേറൊരു കളറ്, 120 ഡിഗ്രി ആണെങ്കിൽ വേറൊരു കളർ, അങ്ങനെ ഓരോ ടെമ്പറേച്ചറിലും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബ്രൗൺസ് ട്യൂബിലെ ആപ്ലിക്കേഷൻ വരുന്നത്. അടുത്തത് വിറ്റ്നസ് ട്യൂബിലാണ്. നേരത്തെ കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്റ്റൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ട്യൂബിൽ ഫില്ല് ചെയ്യാൻ. ക്രിസ്റ്റൽസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് മെൽറ്റിംഗ് പോയിന്റിലുള്ള ക്രിസ്റ്റൽസ്. ഫോർ എക്സാമ്പിൾ സൾഫർ ആണെങ്കിൽ 115 ഡിഗ്രി സെൽഷ്യസ്, സക്സനിക് അൺഹൈഡ്രേറ്റ് ആണെങ്കിൽ 120 ഡിഗ്രി, ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ 121 ഡിഗ്രി. അപ്പോൾ ഓരോ കെമിക്കലിനും ഓരോ ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സർട്ടൈൻ നമ്മൾ ഡിസയർ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത ആ ടെമ്പറേച്ചർ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ക്രിസ്റ്റൽസ് വന്ന് മെൽറ്റ് ആവും. ഓക്കെ. അപ്പോൾ ആ മെൽറ്റിംഗ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ ഡൈസും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ആ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ കിട്ടും, കളേർഡ് വിഷ്വലൈസേഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ അക്വയർ ചെയ്തോ ഇത്ര ടെമ്പറേച്ചർ അക്വയർ ചെയ്തോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എക്സ്പോഷർ ടൈം, നമ്മൾ എത്രമാത്രം ടൈം എടുത്തു ഈ സ്റ്റെറിലൈസേഷൻ നടക്കാൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ക്രിസ്റ്റൽസിനെ ഒരു അവർ ഗ്ലാസ് ട്യൂബിൽ മാറ്റിയാൽ മതി. അപ്പോൾ അവർ ഗ്ലാസ് ട്യൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മുകളിൽ നിന്ന് താഴേക്ക് അതിങ്ങനെ മെൽറ്റ് ചെയ്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വരും. അപ്പോൾ അത്രയും ടൈം നമുക്ക് എക്സ്പോഷർ ടൈം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ടേപ്സ് ആണ്. നോർമൽ നമ്മൾ കാണുന്ന പോലെ ഓട്ടോക്ലേവ് ഇൻഡിക്കേറ്റർ ടേപ്പ് എന്ന് പറയും. അപ്പോൾ ഈ ടേപ്സ് പേപ്പർ ടേപ്സ് പോലെ തന്നെ എന്താ പറയുക, വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറുള്ള ടേപ്സ് ആയിരിക്കും. ഇത് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ കൂടെ ഒട്ടിച്ചു വെക്കും. അതായത് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഓട്ടോക്ലേവിൻ്റെ ഏതെങ്കിലും ഇൻസൈഡ് പോർഷനിൽ നമ്മളത് ഒട്ടിച്ചു വെക്കും. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ എന്ത് സംഭവിക്കും, ഈ ടേപ്പിൻ്റെ ഉള്ളിൽ ആ ലൈൻസിലൊക്കെ ഒരു കളർ ചേഞ്ച് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടേപ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ അവിടെ സ്റ്റെറിലൈസേഷൻ നടന്നിട്ടുണ്ട്, ഇത്ര ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോക്ലേവിനാണെങ്കിൽ 121 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്താൽ മാത്രമാണ്
അവിടെ ആ കളർ ചേഞ്ച് നടക്കുന്നത്. അതുപോലെ ബോവി ഡിക് ടെസ്റ്റ് എന്ന് പറയും. അതൊരു സ്റ്റെറിലൈസർ എയർ റിമൂവൽ ടെസ്റ്റാണ്. ഓക്കെ, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ടേപ്സ്. എന്താണ് ആ ടെസ്റ്റ് നോക്കാം. ബോവി ഡിക് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് എവറി ഡേ ബിഫോർ ദ ഫസ്റ്റ് പ്രോസസ്ഡ് ലോഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ സെൻസിറ്റീവ് ആൻഡ് റാപ്പിഡ് മീൻസ് ഓഫ് ഡിറ്റക്റ്റിംഗ് എയർ ലീക്സ്, inadequate air removal, inadequate steam penetration, non-condensable gases. ഓക്കെ, അപ്പോൾ ഒരു ഓട്ടോക്ലേവിൻ്റെ കേസിലാണെങ്കിൽ അതിൽ എയർ ലീക്സ് വല്ലതും ഉണ്ടോ, അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന എയറിൻ്റെ റിമൂവല് അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലേ, അതുപോലെ സ്റ്റീംസ് പ്രോപ്പറായിട്ട് പെനിട്രേഷൻ നടക്കുന്നില്ലേ, അതുപോലെ നോൺ കണ്ടൻസബിൾ ഗ്യാസസ് ഉണ്ടോ. നോൺ കണ്ടൻസബിൾ ഗ്യാസസ് എന്ന് പറയുമ്പോൾ അത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാത്ത ഗ്യാസസ് ആണ് അല്ലേ. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ സ്റ്റീം വന്ന് അത് കൂൾ ആയിട്ടുള്ള സർഫസിൽ വരുന്നു, കണ്ടൻസേഷൻ നടന്നിട്ട് ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം, അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നോൺ കണ്ടൻസബിൾ ആയിട്ടുള്ള ഗ്യാസസിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സൈക്കിളിന് ബിഫോർ, ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന് ബിഫോർ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബോവി ഡിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ടേപ്സ് ആണ് ഇത് കാണുന്നത്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടേപ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോഴും നമ്മൾ കറണ്ട് എല്ലാ ലാബ് എക്സ്പെരിമെൻറ്റുകൾക്കും മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ റിമൂവൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് ആ സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓരോ സൈക്കിളിന് പ്രയോറായിട്ട് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അടുത്ത റോയ്സ് സാഷറ്റ് ആണ്. ഇത് മെയിനായിട്ടും ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ എത്തിലീൻ ഓക്സൈഡിൻ്റെ സ്റ്റെറിലൈസേഷൻ ആണ്, അത് ഡിറ്റക്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ സാഷറ്റിൽ മഗ്നീഷ്യം ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ബ്രോമോഫിനോൾ ബ്ലൂ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. നമ്മുടെ എത്തിലീൻ ഓക്സൈഡ് ഒരു ഇനഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഇനഫ് ടൈമിൽ നമ്മളത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാഷറ്റിലുള്ള എത്തിലീൻ ഓക്സൈഡ് വന്നിട്ട് എത്തിലീൻ ക്ലോറോഹൈഡ്രീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു കളർ ചേഞ്ചും പ്രൊഡ്യൂസ് ചെയ്യും. യെല്ലോ ടു പർപ്പിൾ എന്ന് പറയുന്ന ഒരു കളർ ചേഞ്ചും അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ ഇനഫ് ആയിട്ടുള്ള എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായി നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് കെമിക്കൽ ഡോസിമീറ്റേഴ്സ് ആണ്. നേരത്തെ ഫിസിക്കൽ മെത്തേഡിലൊരു ഡോസിമീറ്റർ പറഞ്ഞു, അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ലൈക്ക് തെർമോകപ്പിൾ, നമ്മൾ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ തെർമോകപ്പിൾസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെയുള്ള ഒരു ഡോസിമീറ്റേഴ്സ് ആണ് ഫിസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കലിൽ. ഇവിടെ കെമിക്കൽ ഡോസിമീറ്റേഴ്സ് പറഞ്ഞാൽ ഡോസിമീറ്റർ തന്നെ അതിൽ സർട്ടൻ കെമിക്കൽസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ സെൻസ് ചെയ്യാൻ കഴിവുള്ള സർട്ടൻ കെമിക്കൽസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിനെ കെമിക്കൽ ഡോസിമീറ്റർ എന്ന് വിളിക്കും. മറ്റത് ഫിസിക്കൽ ഡോസിമീറ്റർ, അതൊരു ഇൻസ്ട്രുമെൻ്റ്. ഇതൊരു ട്യൂബ് പോലെ, ഒരു ട്യൂബ് വിച്ച് കണ്ടെയ്ൻസ് കെമിക്കൽസ് വിച്ച് ക്യാൻ സെൻസ് ദ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ഫൈനലി ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വയബിൾ ആയിട്ടുള്ള സ്പോർസിനെയോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് എത്ര ടെമ്പറേച്ചർ വന്നാലും അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മൈക്രോ ഓർഗാനിസം, എസ്പെഷ്യലി സ്പോർസിനെയാണ് നമ്മളിവിടെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെറിലൈസേഷനും എബവ് 60 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി അല്ലെങ്കിൽ എബവ് 60 ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹീറ്റിനെ സർവൈവ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ എനി മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സ്പോർസിനെ, നമുക്ക് സ്പോർസ് അറിയാം ഏറ്റവും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. അപ്പോൾ സ്പോർസിനെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന് കുറേ എക്സാമ്പിളും ഉണ്ട്. ഇപ്പോൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ ബാസിലസ് സ്റ്റീരിയോതെർമോഫിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ഇപ്പോൾ എത്തിലീൻ ഓക്സൈഡ് ആണെങ്കിൽ ബാസിലസ് സബ്ടൈലിസ്. അപ്പോൾ ആ ടെമ്പറേച്ചർ എത്രയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് ഓരോ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾക്കും ഡിഫറെൻറ്റ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ,
നമുക്കറിയാം സ്പോർസാണ് ഏറ്റവും കില്ല് ചെയ്യാൻ ടഫസ്റ്റ് ആയിട്ടുള്ള ഇതുകൾ. അപ്പോൾ നമ്മൾ ഫൈനലി റിസൾട്ട് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മളൊരു ഇൻക്യുബേഷൻ വെക്കും. അപ്പോൾ ആ ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ടും അതിലെന്തെങ്കിലും ഗ്രോത്ത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം വയബിൾ ആയിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായി നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, വയബിലിറ്റി ഇല്ല, ആഫ്റ്റർ ഇൻക്യുബേഷൻ വയബിലിറ്റി ഇല്ലെങ്കിൽ അതിനർത്ഥം സ്റ്റെറിലൈസേഷൻ നടന്നു, എല്ലാ മൈക്രോ ഓർഗാനിസംസും കിൽഡായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിസൾട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇതാണ് സ്പോർസ് നമുക്കിങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നത്. അതായത് സ്പോർ സസ്പെൻഷൻ ആയിട്ടോ പൗഡർ ഫോമിലോ അല്ലെങ്കിൽ സ്ട്രിപ്സ് ഫോമിലോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ മീഡിയയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരിയേഴ്സ് വെച്ചിട്ട് അങ്ങനെ പല ഫോമിൽ നമുക്ക് സ്പോർസ് അവൈലബിൾ ആണ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, so that's all about sterilization monitors.